ഹൈ ഹൈ ഒത്തിരി 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 മോഹങ്ങൾ. ഹൈ ഹൈ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഹൈ ഹൈ. അപ്പം ഇന്നലെ ചാവാൻ പോയ ആള് ഇന്ന് ആ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഓടിച്ച് ഡാൻസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കാണാം. സൗണ്ട് ഞാൻ കേൾപ്പിക്കൂല, പാട്ട് ഞാൻ പറഞ്ഞുതരാം. ഹൈ ഹൈ ഒത്തിരി 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 സ്വപ്നങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ച് കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാട. ഹൈ ഒത്തിരി 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 മോഹങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഇന്നലെ മയ്യത്തായ ഒരാൾ ഇന്ന് നേരം വെളുത്തെഴുന്നേറ്റ് റീൽസ് കളിക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്നുള്ള ആ പാട്ടും വെച്ചിട്ടാണ് റീൽസ് കളിക്കുന്നത്. ഇന്നലെ ഭയങ്കര അത്യാസന്ന നിലയിൽ അർജൻറ്റായിട്ട് അടിയന്തരമായിട്ട് ICUലായിരുന്ന ആൾ ഇന്ന് രാവിലെ ഡാൻസ് കളിക്കുന്നത്. എങ്ങനെ ആ മാജിക് പരിപാടി എന്നല്ലേ, അത് ന്യൂസ് 18 ആൾക്കാർക്കും ജസ്ന സലീമിനും മാത്രമേ അറിയുള്ളൂ. അത് അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ രംഗം ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ആത്മഹത്യാ രംഗങ്ങളും കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വാസമാവില്ലേ? ആവണമല്ലോ. ഹൈ ഹൈ ഒത്തിരി 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 സ്വപ്നങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ച് കളിച്ചൊരു വർണ്ണങ്ങൾ. ഹൈ 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 ഹൈ. എവിടെ പോയി ഡാശാന്? ഇന്നലെ ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. നിങ്ങൾ ശരിക്കും നോക്കണം, കയ്യിൽ കെട്ടുണ്ടോ എന്ന് നോക്കണം. ഹൈ ഹൈ ഒത്തിരി 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 സ്വപ്നങ്ങൾ. ആത്മഹത്യ ചെയ്യാൻ പോയ കൈയൊക്കെ ഞരമ്പ് മുറിച്ച കൈ പിടിച്ചോടിക്കുന്ന കണ്ട സുഹൃത്തുക്കളെ, വല്ലാത്ത ജാതിയല്ലേ. ഇന്നലെ ആയിരുന്നു മയ്യത്ത് ആവാൻ പോയത്. ഇന്ന് നേരം വെളുത്തപ്പോൾ ഡാൻസ് കളിക്കുന്നു. മയ്യത്ത് എഴുന്നേറ്റ് വന്ന് ഡാൻസ് കളിക്കുന്നു. ഹൈ 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 ഹൊയ് ഹൊയ് ഹൊയ്. ആട് 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 ആടാട് ആടാട് ആടാടാടാട്. ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അപ്പം കാവിലെ ഭഗവതി ആവാനാണ് അവൾക്ക് ഇഷ്ടം, പക്ഷെ ഹിന്ദുക്കളാക്കൂല. അപ്പം ഇതാണ് സംഭവം. ഹൈ ഹൈ ഒത്തിരി 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 സ്വപ്നങ്ങൾ. ഹൈ ഹൈ ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞ നിലാവിൽ ചേക്കേറാം. ഹൈ ഹൈ കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരത്തിൽ നീരാട. ഹൈ ഹൈ ഒത്തിരി 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 സ്വപ്നങ്ങൾ. ഹൊയ് ഹൊയ് പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇനി അടുത്ത ഡ്രാമസ് നിങ്ങൾക്ക് കാണണ്ടേ? കാണണമല്ലോ. അതല്ലേ കാണേണ്ടത്, അതാണ് കാണേണ്ടത്. ഡ്രാമയ്ക്കൊന്നും ഒരു പഞ്ഞമില്ലാത്ത ആളുകളാണ്. ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് അയക്കടി. പക്ഷെ ഇത്തരം ഐഡിയകളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എടുക്കൂല. അപ്പം ഞാൻ കുറച്ച് വോയിസുകൾ കേൾപ്പിച്ചു തരാം. ഈ ഒരാളുടെ മൊബൈലിലേക്ക് ഒരാൾ അയച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ആ വീഡിയോയിലെ വോയിസുമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം. ഇതിങ്ങനെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരില്ല. അപ്പോൾ ഇത് ഒരാൾക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കണമല്ലോ. ഇതാണല്ലോ കേൾക്കേണ്ടത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം അത് കാണിക്കാൻ പറ്റില്ല. ഇത്തരം വീഡിയോകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പ്രശ്നമാവും. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. കേൾപ്പിച്ചു തരാം. ആദ്യം നമുക്കൊരു ഫസ്റ്റത്തെ വീഡിയോ കേൾക്കാം. ഒച്ചടപ്പോയി. ഹൈ ഹൈ ഒത്തിരി 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 സ്വപ്നങ്ങൾ. ഹൈ ഹൈ. ചിന്ന ചിന്ന വീഡിയോകളാണ്, എത്ര സെക്കൻഡിൻ്റെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം തുടങ്ങി കാണിച്ചു തരാം. മയ്യത്ത് ഏതായാലും അമ്മനോട് പറയാൻ പാപ്പാനെ കാണിച്ചു കൊടുക്കണ്ടാന്ന്. എല്ലാവരും എന്നെ വെടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ.
കരയുള്ളൂ, ഇങ്ങനെ കരയുള്ളൂ. ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ നേട്ടൊക്കെ 6 വീഡിയോസാണ് എനിക്ക് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു ഫോട്ടോയാണ്. നാലാമത്തെ ഒരു വീഡിയോ ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്നും പറ്റില്ല മക്കളെ. പുള്ളിക്കാരത്തേക്ക് ഇതൊരു ഹോബിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോബീസ് ആളുകൾക്ക് ഇത് നമ്മൾ ഒരു വട്ടം വട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ. ഒരെണ്ണത്തിൽ സംഭാഷണമൊന്നുമില്ല. പോയില്ലേ അലിപോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ. വോയിസ് കേൾക്കാം. അപ്പം 2 വോയിസ് വന്നിട്ടുണ്ട്. ചിരിച്ചോളൂ, ചിരിക്കാൻ കിട്ടുന്ന ഒരവസരം വേണ്ടെന്ന് വെക്കണ്ട കേട്ടോ. നിങ്ങളൊക്കെ എനിക്കൊരു പേരിട്ടിട്ടല്ലോ, അതുകൊണ്ട് ചിരിച്ചോളൂ. പറ്റുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തോളൂ. നിങ്ങളെ ചിരിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ആകെ ഇതേയുള്ളൂ. ചെയ്യാത്തൊരു തെറ്റിന് എല്ലാരും കൂടി എന്നൊരു കുറ്റക്കാരിയാക്കി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ളൊരു അവസരമല്ലേ, ചിരിക്കും, മനസ്സറിഞ്ഞ് ചിരിക്കും. അതെയോ? അപ്പം ഈ 2 വോയിസ് നമുക്ക് വാട്സപ്പിൽ വന്നതാണ്. അപ്പോൾ എടി ചെയ്യാത്ത തെറ്റ് എന്ന് പറയണത് ഏത് തെറ്റിനെയാണ് നീ ഉദ്ദേശിക്കുന്നത്? ഒക്കെ നീ ചെയ്ത തെറ്റുകൾ തന്നെയല്ലേ, അല്ലാണ്ട് ദേവസ്വം ബോർഡ് കറക്കി കുത്തിയിട്ടല്ലല്ലോ പരാതി കൊടുത്തത്. നീ അവിടെ നടപ്പന്തലിൽ പോയി നടന്ന് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ നീ പുറത്തിട്ടതിനാണ് കേസ് വന്നിട്ടുള്ളത്. അതിനിത്തരം നാടകങ്ങൾ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ചെയ്തിട്ട് കാര്യമില്ല മോളെ. പിന്നെ നീ ആരുടെ വായടപ്പിക്കാനാണ് ഇത് പാലക്കലിന് അയച്ചു കൊടുത്തത്? എടി, ഇത്തരം നീ ഞങ്ങളെയൊക്കെ നിശബ്ദരാക്കാൻ ഇത്തരം നാടകങ്ങൾ ഒരുപാട് തവണ നടത്തി. അത് കണ്ട് തഴമ്പിച്ച് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ സ്ഥിരം നിൻ്റെ നാടകം കണ്ടുകൊണ്ടിരിക്കുക. നീ ഈ നാടകം എന്താണ് ഇറക്കാത്തതെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ നേരം വെളുക്ക നിൻ്റെ 2 ഒത്തിരി സ്വപ്നങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ച് കളിച്ചൊരു വർണ്ണങ്ങൾ. ഇന്നലെ കൈമുറിച്ച് മയ്യത്താവാൻ പോയവളാണ്ട്ടാ. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കൈമുറിച്ച് മയ്യത്താവാൻ പോയവൾ ഇന്ന് രാവിലെ വന്നിട്ട് ഒത്തിരി സ്വപ്നങ്ങൾ കളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് തരം മുറിയായിരിക്കണം അവൾ മുറിച്ചത്? അപ്പം അവൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിക്കണം. എടി, നീ സ്ഥിരം വീട്ടിൽ കാണിക്കുന്ന നിന്റെ പൊറാട്ട് നാടകം നീ ജനങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഭയപ്പെടുത്താനായിട്ട് ഇങ്ങടെ എടുക്കണ്ട. മനസ്സിലായില്ലേ? എനിക്ക് അയച്ചു തന്നതല്ല, ലെസ്ത പാലക്കലിൻ്റെ വാട്സപ്പിലേക്ക് വന്നതാണ്. അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അവളെ നീ ഒതുക്കാന്ന് വിചാരിക്കണ്ട. നാട്ടുകാർ ഇത് കണ്ടിട്ട് നിന്റെ ന്യൂസ് 18 ചാനലിൽ പോയി നോക്കടി. നാട്ടുകാർ ചിരിച്ച് മരിക്കണത് നിന്റെ മയ്യത്ത് വീഡിയോൻ്റെ ഡ്രാമയുടെ വീഡിയോൻ്റെ ഇടയിൽ എന്നെ കമൻറ്റ് നീ നോക്കടി. ആൾക്കാർ ചിരിച്ച് മയ്യത്താവും. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മയ്യത്ത് വീഡിയോ കണ്ടിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോണ കണ്ടിട്ട് ജനങ്ങൾ ഇമാതിരി കിടന്ന് ചിരിക്കണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ കാണുമ്പോൾ നമ്മൾക്ക് അത്രയും വിഷമാണ്. പക്ഷെ എന്തുകൊണ്ട് ചിരി വരുന്നു എന്നൊരു കാര്യം കൂടി ന്യൂസ് 18-ലെ മൊട്ടച്ചേട്ടനും ഗോകുലം കോവാലേട്ടനും പിന്നെ നിൻ്റെ ആണോ ഈ തിരക്കഥ സംഭാഷണം സംവിധാനം, ആരുടെ ആണോ ഈ തിരക്കഥ സംവിധാനം സംഭാഷണം എന്നുകൂടി വെളിപ്പെടുത്തിയാൽ കൊള്ളാം. കുറേ നാളായിട്ട് ഈ ന്യൂസ് 18 മൊട്ടയുടെ ഇത്തരം വിദ്യകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിമ്പതി പറ്റാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സിമ്പതി ഉണ്ടാവൂല മുത്തേ, നിനക്ക് സിമ്പതി കിട്ടൂല. സിമ്പതി കിട്ടണമെങ്കിൽ നീ ഇതല്ല ചെയ്യേണ്ടത്. സിമ്പതി കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യുന്നില്ലല്ലോ. ഇത് കണ്ടാൽ ജനങ്ങൾ നിന്നെ സിമ്പതി കാണിച്ച് പുറകെ വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ
തെറ്റാണ് മോളു. ഇവിടെ ഒന്നും ഇത് കണ്ടാലൊന്നേ വിരളണോരില്ലടി. നിന്റെ വീട്ടിലുണ്ടാവും, നിന്റെ കെട്ടിയോനടക്കം. അവിടെ ചെന്ന് വിരളിച്ചാൽ മതി കേട്ടോ. ഇങ്ങോട്ട് വിരളിക്കാൻ നടക്കണ്ട, മനസ്സിലായില്ലേ? അതാണ്. പിന്നെ നീ പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ പറയണ്ട. തെളിവുകൾ സഹിതം എല്ലാവരുടെയും കയ്യിലുണ്ട്. ആരാണ് തെറ്റ് ചെയ്തേക്കണേന്ന് മനസ്സിലാകും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി, ആ ഓഫീസറുടെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന്റെ പേരിൽ കളങ്കമില്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പണിയെടുത്തു. പക്ഷെ ടെമ്പിൾ പോലീസുകാർ കൃത്യമായിട്ടുള്ള FIR കാര്യങ്ങളോ ഒന്നും കോടതിയിൽ സമർപ്പിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി 1-2 ചാനലുകളിൽ ഇരുന്ന് ഞാൻ കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്. ഗുരുവായൂർ പോലീസുകാർ ചിലപ്പോൾ നിനക്ക് കുട പിടിച്ച് തരുന്നുണ്ടാവും, മനസ്സിലായില്ലേ? ഇനിയും നീ വന്ന് ഇത്തരം വേഷം കെട്ടലുകൾ എടുത്തു നോക്ക്. ആദ്യം നീ വന്നു പുറത്തു നിന്ന് വീഡിയോ എടുത്തു, രണ്ടാമത് നീ വന്നു ആ നടപ്പന്തലിന്റെ തുമ്പത്ത് നിന്ന് വീഡിയോ എടുത്തു, മൂന്നാമതും നീ വന്നു, നീ നടപ്പന്തലിന്റെ അകത്ത് ബാരിക്കേഡിന്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തു, നാലാമതും നീ വന്നു, നീ കടയിൽ പോകുന്ന വീഡിയോ നടപ്പന്തലിലൂടെ എടുത്തു. അപ്പോൾ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താടി അർത്ഥമുള്ളത്? ഈ കളി കളിക്കാൻ ഗുരുവായൂരിലോട്ട് വരണ്ട. അതേ നിനക്ക് ചെയ്യാനുള്ളൂ. രോഗമാണെങ്കിൽ പോയി ചികിത്സിക്കടി. ഗുരുവായൂരിലേക്ക് വന്നിട്ട് ജനങ്ങളുടെ നെഞ്ചത്ത് തില്ലാന കളിക്കാൻ നിൽക്കല്ലേ. ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ അനാസ്ഥയാണ് വീണ്ടും 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 ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. വിലക്കണം എന്ന് പറഞ്ഞാൽ വിലക്കണം. നടപടികൾ ശക്തമായ രീതിയിൽ എടുക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശേഷം പുറകെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.